ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ റാഹത്താണ്. ഇന്നൊരു റംലാൻ ഷോപ്പിംഗ് വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സമയം ഇതാ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അട്ടക്കുളങ്ങരയുള്ള രാമചന്ദ്രയിലേക്കാണ് പോണത്. 10 മണിയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ലേറ്റായി പോയി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവർക്ക് പള്ളിക്കൊക്കെ പോകണം. ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് തീർക്കണം. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ സെക്രട്ടേറിയറ്റ്. അതിന്റെ മുന്നിൽ ഓരോ സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരുപാട് സമരപ്പന്തലുകളൊക്കെ. അപ്പൊ അതുപോലെ കുറേ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോ പഴയ സിനിമയൊക്കെ ഒന്ന് ഓർമ്മ വന്ന്. അങ്ങനെ ദാ ഞങ്ങൾ അട്ടക്കുളങ്ങര എത്തി. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ രാമചന്ദ്ര. 5 ഫ്ലോറിലായിട്ടുള്ള വലിയൊരു ഷോപ്പിംഗ് സെന്റർ ആണിത്. ഇതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് സൗകര്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടി. ഇവിടെ ഞങ്ങൾ ആദ്യം തന്നെ പോണത് 5ാമത്തെ ഫ്ലോർക്കാണ്. അവിടെയാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ സാധനം വാങ്ങിയതിന് ശേഷം പിന്നെ മറ്റുള്ളതിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. 5ാമത്തെ ഫ്ലോറിൽ ഒരു സൈഡിൽ സൂപ്പർ മാർക്കറ്റും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കോഫി ഷോപ്പും ആണ്. കയറിയപ്പോൾ തന്നെ നമ്മൾ ട്രോളി എടുത്ത് ഇസൂനയിലൊന്ന് ഇരുത്താണ്. ഇനി നമ്മൾ ഷോപ്പിംഗ് തുടങ്ങാണ്. സമയം കുറവായതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ ഷാമോനെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ കാണാം. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. എന്താ വെച്ചാൽ ഞാൻ തലേ ദിവസം ഇരുന്ന് ഒരുപാട് ലിസ്റ്റ് റെഡിയാക്കിനി. പക്ഷെ ഞാൻ ആ ലിസ്റ്റ് എടുക്കാൻ മറന്നുപോയി. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ എടുക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് ഞാനും ഒരു സൈഡിൽ നിന്ന് ഇക്കിയാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അരിപ്പൊടി മസാലപ്പൊടികളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ആ ഐറ്റംസ് ഒന്നും പിന്നെ വാങ്ങാനില്ല. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും നോമ്പിന് ഒരുപാടൊന്നും ചിലവാകില്ലല്ലോ. പിന്നെ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഉള്ളി, തക്കാളി അതുപോലത്തെ ഐറ്റംസ് ആണല്ലോ കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയെടുക്കുകയാണ്. ഇന്നിവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. വെല്ലുവിളി ഞാൻ കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. കാരണം നോമ്പിന് എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അതിക്കൊക്കെ വെല്ലുവിളി വേണം. കൂടുതൽ ഞാൻ എടുത്തത് വെല്ലുവിളിയാണ്. ഞാൻ കൂടുതലും ചെറിയ സൈസുള്ള വെല്ലുവിളിയാണ് എടുക്കല്. പിന്നെ ഇതാ കുറച്ചധികം ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ തക്കാളി കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ് കേട്ടോ. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിന, കരിവേപ്പില ഇതൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ രാമചന്ദ്രയിലെ പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കുന്നത്. പിന്നെ വിലയിലാണെങ്കിലും വേറെയുള്ള ഷോപ്പിനേക്കാളൊക്കെ കുറവാണ്. അങ്ങനെതാ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലാക്കാണ്. ഓരോ ഫ്ലോർത്തും അവിടുന്ന് തന്നെ ബില്ലാക്കണം. പിന്നെ ഞങ്ങൾ പോയത് 4ാമത്തെ ഫ്ലോർക്കാണ്. ഇവിടെയാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളത്. എല്ലാ ഫ്ലോറിലും 2 സെക്ഷനായിട്ടാണ് ഇട്ടുള്ളത്. ഇവിടെ പാത്രം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളെ കൺട്രോൾ പോവുമല്ലോ. കാരണം ഒരുപാട് പാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏത് എടുക്കണം, ഏത് സെലക്ട് ചെയ്യണം, ഏത് നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ ഒരു പാത്രത്തിനൊക്കെ 30-35 രൂപയാണ് ഇട്ടുള്ളത്. ഇവിടെ പച്ചക്കറിക്ക് മാത്രമല്ല എല്ലാ ഐറ്റംസിനും ഇവിടെ വില കുറവ് തന്നെയാണ്. നമുക്ക് ഏത് റേഞ്ചിലും ഇവിടെ നിന്ന് സാധനം കിട്ടും. അതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് വില കൂടിയ സാധനം വേണം, അതും ഇവിടെ ഉണ്ട്. വില കുറഞ്ഞ സാധനം വേണം, അതും ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഈ രാമചന്ദ്രൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത്. ഈ സെക്ഷനിൽ ഞാൻ എന്ന് കയറിയാലും 1-2 ഐറ്റംസ് എടുക്കാതെ ഞാൻ പോരാറില്ല. കാരണം എനിക്ക് പോരാൻ പറ്റൂല. ഇതിന് ഇത്ര കുറഞ്ഞ പൈസയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇക്കനോട് തട്ടിട്ട് ഞാൻ എന്തായാലും 1-2 ഐറ്റംസ് ഞാൻ കഴിക്കലാക്കും. ഇതുപോലെ ഉണ്ടോ ഇക്കൻ്റെ ഉമ്മ ഇവിടെ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിയിട്ടേ പോലുള്ളൂ. ഉമ്മ എന്നെക്കാളും പാത്രത്തിന് ക്രൈസ് ഉള്ള ഒരാളാണ്. ഏത് പാത്രം കണ്ടു കഴിഞ്ഞാലും ഉമ്മ വാങ്ങും. ഉപ്പൻ്റെ സ്ഥിരം പരാതിയാണ് പാത്രം വാങ്ങിയിട്ട് വീട് നിറച്ച് എന്നുള്ളത്. പിന്നെ ഇത് 2ാമത്തെ സെക്ഷനിലുള്ള സാധനങ്ങളാണ്. ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയുന്നേക്കാളും നല്ലത് ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുകയാണ് നല്ലത്. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള A to Z എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ റേറ്റിലുള്ളതുകൊണ്ട് കൂടിയ റേറ്റിലുള്ളതുണ്ട്. അപ്പോഴേക്കും സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പള്ളിയിൽ പോകണം. പിന്നെ ഞാൻ നേരെ പോയത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ. ഇവിടെ ഒരു സെക്ഷനിൽ നമ്മൾ ചുരിദാർ ടോപ്സ് ഒക്കെയാണ്, ഒരു സെക്ഷനിൽ സാരിയാണ്. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ 1500 ആ റേഞ്ചിലുള്ളൂ. പിന്നെ ഇവിടെ തന്നെ മൊബൈലിൻ്റെ ചെറിയ ഷോപ്പും വാച്ചിൻ്റെ ഷോപ്പും ഒക്കെ ഉണ്ട്.
ദാ ഈ കാണുന്നതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള പർദ്ദയാണ്. അപ്പോൾ ഇതിനൊക്കെ 399 രൂപയാണ്. ഇവിടെ എല്ലാ ഐറ്റംസിൻ്റെയും പ്രൈസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 399 രൂപക്കൊക്കെ ലേഡീസ് ജീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടീഷർട്ട്, ടോപ്സ്, നമ്മൾ വീട്ടിൽ ഇടുന്ന കുർത്തീസ് അതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ചുരിദാർ മെറ്റീരിയലാണ്. ഇതും എല്ലാ റേഞ്ചിലുള്ളതുണ്ട്. 500, 600. ഇതാ ഈ കാണുന്നത് 1400 ഒരു മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്. പിന്നെ ഇതാ അടുത്ത സെക്ഷൻ സാരി സെക്ഷനാണ്. സാരിയിൽ ഇവിടെ അടിപൊളി കളക്ഷൻ കിട്ടും, ഒന്നും പറയാനില്ല. എനിക്കിവിടെ ചുരിദാറിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ റേഞ്ചിലുള്ള സാരി, നല്ല അടിപൊളി സെലക്ഷനുള്ള സാരിയാണ്. ഈ ഒരു സാരിക്ക് 550 രൂപയാണ്. പിന്നെ ഇതാ ഈ ഒരു സാരിക്കൊക്കെ 890. പിന്നെ നമ്മളെ വെഡ്ഡിങ് ഐറ്റംസ് ഉള്ള സാരീസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർക്ക് പോവാം. ഇവിടെ കുട്ടികളുടെ സെക്ഷനാണ്. ഒരു സൈഡിൽ ഗേൾസിൻ്റെയും ഒരു സൈഡിൽ ബോയ്സിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ ഗേൾസിൻ്റെ ആണ്. വീട്ടിലിടാൻ പറ്റുന്ന ഡ്രസ്സും അല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ രണ്ടാമത്തെ സെക്ഷനിൽ കുട്ടികളുടെ ടോയ്സും ഉണ്ട്. പിന്നെ ബോയ്സിന് വേണ്ടിയിട്ടുള്ള ടീഷർട്ട്, പാൻറ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഈ ജാക്കറ്റിനൊക്കെ 450 ആ റേഞ്ചേ ഉള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. ഈ ഒരു സെക്ഷൻ ജെൻസിൻ്റെതാണ്. ഇവിടെ ടീഷർട്ട്, ട്രാക്ക് സൂട്ട്, ഷർട്ട് പീസ്, പാൻറ് പീസ്, ധോത്തി ഇതൊക്കെ ഇവിടെയാണ് ഇട്ടുള്ളത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ട് പീസാണ്. അതുപോലെ പ്രിന്റ് ആയിട്ടുള്ളതുണ്ട്, ചെക്ക് ആയിട്ടുള്ളുണ്ട്. ഇത് പാൻറ് പീസാണ്. ഇതിൻ്റെ ഒക്കെ റേറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ 300, 500 അതിൻ്റെ ഇടയിലുള്ളതാണ്. ഇതാണ് പ്രിന്റ് ആയിട്ടുള്ള ഷർട്ട് പീസ്. പിന്നെ ഇതാ ഈ സൈഡിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ജിമ്മിൻ്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ റണ്ണിങ് മെറ്റീരിയൽ ഷർട്ടിനുള്ളതും പാൻറ്റിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത സെക്ഷനാണ് ഇത്. ഇതിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ജീൻസ്, ഷർട്ട്, പാൻറ് ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു ജീൻസിനൊക്കെ 650 ആ റേഞ്ചിലാണ് ഉള്ളത്. ഇവിടെ ഷർട്ടിനൊക്കെ സൈസും റേറ്റും ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനും ഈസി ആയിരിക്കും. ഇനി നമുക്ക് തേർഡ് ഫ്ലോർക്ക് പോകാം. അപ്പോൾ ഇത് തേർഡ് ഫ്ലോറിലെ ഒരു സെക്ഷനാണ്. ഇവിടെ ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുണി എടുത്തിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട്. പിന്നെ എല്ലാ സൈസിനുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോളും ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് ഷോളും ഉണ്ട്. ഇനി ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ സെക്ഷൻ. എല്ലാ പ്രായക്കാർക്കുള്ള ഫുഡ് വെയർ ഇവിടെ ഉണ്ട്. പിന്നെ വുഡ്ലാൻഡ്, ബാറ്റ പോലത്തുള്ള എല്ലാ ബ്രാൻഡിന്റെ ഷൂവും ചെരുപ്പും അതും ഇവിടെ ഉണ്ട്. ഇത് കുട്ടികളെ സെക്ഷനാണ് കേട്ടോ. കുട്ടികളെ ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെയും ഒക്കെ സെക്ഷനാണിത്. ഇത് പിന്നെ ലേഡീസ് സെക്ഷനാണ്. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ഇട്ട് എടുക്കാൻ. കല്യാണത്തിനൊക്കെ പറ്റിയ പാർട്ടി വെയർ ആയിട്ടുള്ള ഷൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ബാഗ്, പേഴ്സ്, സ്കൂൾ ബാഗ്, കിറ്റ് അതൊക്കെയാണ് ഇട്ടുള്ളത്. ഈ ഒരു കിറ്റിനൊക്കെ 270 രൂപയാണ്. പിന്നെ ഇതുപോലത്തെ ട്രോളി ബാഗൊക്കെ ഉണ്ട്. പിന്നെയാണ് കേട്ടോ എൻ്റെ കണ്ണിൽ ഇത് പെട്ടത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഈ ഹെവി വർക്കായിട്ടുള്ള പേഴ്സിന് 2000. ഇതിനും ആ റേഞ്ച് തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ പേഴ്സിനൊക്കെ 1000 ആ ഒരു റേഞ്ചിലാണ് ഇട്ടുള്ളത്. ഇതുപോലത്തെ ഹെവി പാർട്ടി വെയർ ആയിട്ടുള്ള പേഴ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇതിനൊക്കെ 1000, 1500 ആ റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഞാൻ പിന്നെ ഇതൊക്കെ ഒന്ന് കയ്യിലൊക്കെ വെച്ച് നോക്കി. അപ്പം ഇതൊക്കെയാണ് കേട്ടോ രാമചന്ദ്രൻ്റെ ഉള്ളിലുള്ളത്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോഴേക്ക് ഇക്കിൻ ഷാമോനൊക്കെ പള്ളി കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ കയറി ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ ഹോൾസെയിൽ ആയിട്ട് 5 കിലോൻ്റെ 10 കിലോൻ്റെ ഒക്കെ ആണ് ഇട്ടുള്ളത്. പിന്നെ അത്രയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങാതെ ഇനി ഞങ്ങൾ പോണത് ലുലു മാൾക്കാണ്. പുറത്ത് നല്ല വെയിലാണ്. പിന്നെ വിശപ്പിൻ്റെ വിളിയാളം വന്നിട്ടുണ്ട്. സമയം 3 മണി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനം വാങ്ങലും ഫുഡ് കഴിക്കലൊക്കെ ലുലുന്നാണ്. അങ്ങനെ ലുലുവിലെത്തി. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പെട്ടെന്ന് പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കട്ടോ ചെയ്തത്.
പിന്നെ ഇതാ ലുലുവിൽ ഈത്തപ്പഴം ഫെസ്റ്റിവൽ ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ട്. ഒരു പ്രത്യേക കൗണ്ടറൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഈത്തപ്പഴം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈത്തപ്പഴമൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കൗണ്ടറിലേക്കാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് 2 ബീഫ് ബിരിയാണിയാണ് വാങ്ങിയത്. പിന്നെ ഷാമോന് ഒരു സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ നമ്മളെ ഇസു പോയി കിൻഡർ ജോയ് എടുത്ത് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അതിന്റെ ടോയ്സ് ആയിട്ട് കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വേഗം ബില്ല് ചെയ്ത് നേരെ പോയത് മുകൾക്കാണ്. അവിടെ ചിക്കിങ്ങിലും കയറി അവിടുന്ന് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡും കഴിക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ റംദാൻ ഷോപ്പിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.